1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. 3 ഏക്കറിലേറെ വരുന്ന സ്ഥലത്തെ കരനെല്ലു കൃഷി മുഴുവൻ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. നെല്ല് പാകമായി കൊയ്യാൻ നേരത്താണ് പന്നിക്കൂട്ടം വന്ന് നശിപ്പിച്ചത്. പത്തപ്പിരിയം അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് സ്ഥലത്തെ കൃഷിയാണ് പന്നിക്കൂട്ടം പൂർണ്ണമായും നശിപ്പിച്ചത്. ഇവ സമീപത്തെ ഫലവൃക്ഷത്തൈകളും നശിപ്പിച്ചു. പത്തപ്പിരിയത്തെ ഗ്രാനൈറ്റ് ഉടമ അരഞ്ഞിക്കൽ ജമാൽ മുഹമ്മദാണ് കൃഷി നടത്തിയിരുന്നത്. നെല്ല് കതിരണിഞ്ഞതോടെ രാത്രികാലങ്ങളിൽ കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി ഇറങ്ങാൻ തുടങ്ങിയെന്ന് ഇവിടുത്തെ ജീവനക്കാരൻ കുഞ്ഞിപ്പ കുന്നത്തൂർ പറയുന്നു. ഇവിടെ പാറന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഇവിടെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറേ ഫലവൃക്ഷ തൈകൾ 200-250 മാവ്, പ്ലാവ്, അങ്ങനെ ഐറ്റംസ്, ഞാവൽ ഐറ്റംസൊക്കെ എല്ലാം കൂടി വെച്ച് ഉണ്ട്. അതിൻ്റെ ഇടവേളയായിട്ടാണ് പച്ചക്കറി കൃഷി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം പന്നിക്കൂട്ടം നശിപ്പിച്ച് കേടാക്കിയപ്പം പിന്നെ ഈ പ്രാവശ്യം പിന്നെ ഈ കരനെൽ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് മുതലാളി ജമാലൊക്കെ നെൽവിത്ത് പാകി. അങ്ങനെ നെല്ല് പാകി, നെല്ല് കതിരൊക്കെ ഒന്ന് ഉഷാറായി ഉണ്ടായി. നടക്കാൻ സ്പ്രിംഗ്ലർ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണിക്കാരെ വെച്ച് പുല്ലും കളൊക്കെ പറപ്പിച്ച് ഉഷാറാക്കി നടക്കാനിടയിലാണ് കതിര് വന്ന ഉടനെ പന്നിക്കൂട്ടം വരൽ തുടങ്ങി. പന്നിക്കൂട്ടം വന്ന് ഇത് നമ്മൾ കഴിയുന്ന പരമാവധി രാത്രി കാവലിരുന്നിട്ടും പിന്നെ പന്നിയെ കൂട്ടത്തിൽ നിന്ന് 2-3 വെടി വെക്കാനും കഴിഞ്ഞു. അത് അങ്ങനെയൊക്കെ ചെയ്തിട്ടും പന്നി ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമാണ്. ഇതിപ്പോൾ ഈ പ്ലാവുമ്പോഴൊക്കെ ചക്കൊക്കെ ഉണ്ട്. ചക്ക ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്. അതൊക്കെ പന്നിയെ നശിപ്പിച്ചൊക്കെ തന്നെയാണ്. നമുക്ക് ആവശ്യത്തിൽ നിന്ന് എന്തായാലും കിട്ടുന്നില്ല. 10-12 കാട്ടുപന്നികളടക്കം കൂട്ടം കൂട്ടമായാണ് കൃഷി നശിപ്പിക്കാൻ എത്തുന്നത്. നിരവധി ദിവസത്തെ കഠിനാധ്വാനമാണ് ഒറ്റ രാത്രി കൊണ്ട് നശിച്ചു പോയതെന്നും കുഞ്ഞിപ്പ പറഞ്ഞു. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ കൃഷി നോക്കി നടത്തുന്ന ജീവനക്കാരൻ കൂടിയായ കുഞ്ഞിപ്പ കുന്നത്തൂരിന് വനം വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും ഉറക്കമിളച്ച് കാവലിരിക്കും. കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ പന്നിക്കൂട്ടത്തിൽ നിന്ന് 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം സംസ്കരിച്ചു. എന്നാലും കാട്ടുപന്നി ശല്യം നിൽക്കുന്നില്ല. കൃഷിയിടത്തോട് ചേർന്നുള്ള ഒരു ഭാഗത്തെ മതിൽ ചാടി കടന്നും മറ്റൊരു ഭാഗത്തെ ഇരുമ്പ് വരി തകർത്തുമാണ് പന്നിക്കൂട്ടം എത്തുന്നത്. കരനെല്ല് കതിരണിഞ്ഞയുടൻ ഇവയുടെ വരവ് തുടങ്ങി. കതിരുകൾ തിന്നും നെല്ല് ചവിട്ടിമതിച്ചും വൻതോതിൽ നാശം വരുത്താൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നെല്ല് പൂർണ്ണമായും നശിച്ചു. വളരെ കുറച്ചു മാത്രമാണ് കൊയ്തെടുക്കാനായതെന്നും ജമാൽ മുഹമ്മദും കുഞ്ഞിപ്പയും പറയുന്നു. ജൈവ രീതിയിൽ വളപ്രയോഗം നടത്തിയും ജലസേചനത്തിന് സ്പ്രിംഗ്ലർ സംവിധാനം പ്രയോജനപ്പെടുത്തിയും പരിപാലിച്ച കൃഷിയാണ് പാടെ നശിപ്പിച്ചത്. നേരത്തെ ഇവിടെ പച്ചക്കറി കൃഷിയായിരുന്നു. ഇവയും ഏറെക്കുറെ പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ലാഭം പ്രതീക്ഷിച്ചല്ല കൃഷി നടത്തുന്നത്. സംതൃപ്തിയാണ് പ്രധാനം. ഒട്ടും വിള ലഭിക്കാത്തതിനാൽ നിരാശയാണെന്നും ഇപ്പോൾ കൃഷി മടുത്തെന്നും ഇവർ പറയുന്നു. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ ഓർഡറുണ്ടെങ്കിലും പല പഞ്ചായത്തുകളും അതിന് തയ്യാറാവുന്നില്ല എന്ന് കുഞ്ഞിപ്പ പറഞ്ഞു. പഞ്ചായത്തുകളിൽ ഫണ്ടില്ലാത്തതാണ് ഇതിന് കാരണം. എടവണ്ണ പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ വെടിവെച്ചു കൊന്ന് സംസ്കരിച്ചതിന്റെ ഫണ്ട് ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും എടവണ്ണ പഞ്ചായത്ത് അടക്കം സമീപത്തെ ചില പഞ്ചായത്തുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനുള്ള സംസ്കരണ പ്രവർത്തനങ്ങളടക്കം ഫണ്ട് തരാത്തതിൽ ഏറെ പ്രയാസപ്പെടുന്നുണ്ടെന്നും കുഞ്ഞിപ്പ ചൂണ്ടിക്കാട്ടി. പന്നിനെ വെടിവെച്ച് കൊല്ലാൻ ആദ്യം ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടറാണ്. മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് പന്നിനെ ഓർഡർ പ്രകാരം വെടിവെച്ച് ഞാനാണ്. അതിൻ്റെ തുടർച്ച എന്നോണം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് പഞ്ചായത്തിനെ ഏൽപ്പിച്ചു. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ ഈ പന്നിനെ വെടിക്കാല ദൗത്യം പഞ്ചായത്തിനെ ഏൽപ്പിച്ചു. പഞ്ചായത്തിനെ ഏൽപ്പിച്ചപ്പോൾ മിക്ക പഞ്ചായത്തുകളും അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെ ഫണ്ടില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് അവരാരും പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ തിര വാങ്ങണം, സംസ്കരണം വരെ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നില്ല. വെടിവെച്ച് കൊന്നാൽ തന്നെ നമ്മൾ അതിനുള്ളിൽ കുടുങ്ങി. അത് അതിനെ സംസ്കരിക്കാനുള്ള ചിലവും കൂടി നമ്മൾ തലയിലായി മാറുകയാണ്. പഞ്ചായത്തൊന്നും അതിനെപ്പറ്റി നടപ്പിലാക്കുന്നില്ലാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. സമീപ പഞ്ചായത്ത് ഇല്ല. നമ്മളെ എടവണ്ണ പഞ്ചായത്ത് തൃക്കലങ്കോട് മമ്പാടൊന്നും ചെയ്യുന്നില്ല. ചീക്കോട്, കുഴിമണ്ണ, കാവനൂർ അങ്ങനെ ചില പഞ്ചായത്തുകളൊക്കെ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വിളിക്കും. അവർ അതിനെന്താ ചിലവ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കാറുണ്ട്. ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. സംസ്കരണം പിന്നെ അവരെ ഉത്തരവാദിത്തം അവർ ചെയ്യണം. ഇവിടെ എടവണ്ണ പഞ്ചായത്ത് ചെയ്താൽ അവർ സംസ്കരണം കൂടി നമ്മൾ ചെയ്യണം. പിന്നെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഈസ്റ്റ് ലൈവ് എടവണ്ണ.